നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ആത്ത എന്ന സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പഠിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അന്നോനേസി കുടുംബത്തിലെ അന്നോന ജനുസിൽപ്പെട്ട ഒരു ചെറുവൃക്ഷമാണ് ആത്ത. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അന്നോന റെക്റ്റിക്കുലേറ്റ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ ആത്ത, ആത്തപ്പഴം, ആത്തച്ചക്ക, ആത്തയ്ക്ക, രാമപ്പഴം, ആന്ത, കുറ്റിച്ചക്ക, ആനമുന്തിരി, സൈനാമ്പഴം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ കസ്റ്റേർഡ് ആപ്പിൾ എന്നും നെറ്റഡ് കസ്റ്റേർഡ് ആപ്പിൾ എന്നും ബുള്ളറ്റ്സ് ഹാർട്ട് എന്നും ബുൾസ് ഹാർട്ട് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ രാംഫൽ എന്നാണ് വിളിക്കുന്നത്. കന്നഡ ഭാഷയിൽ ഇതിനെ രാംഫൽ എന്ന് തന്നെയാണ്. തമിഴിൽ ഇതിനെ രാമജിത എന്ന് വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇതിൻ്റെ ജന്മദേശം അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിലെ മണ്ണിനോടും കാലാവസ്ഥയോടും നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ആത്ത പലയിടത്തും കാട്ടുചെടികളോടൊപ്പം അധികമാരാലും ശ്രദ്ധിക്കപ്പെടാതെ സമൃദ്ധമായി വളരുന്നതാണ്. ആന്ധ്രാപ്രദേശിൽ അനേകായിരം ഏക്കറുകൾ കണക്കിന് സ്ഥലത്ത് ഇത് വളരുന്നുണ്ട്. ഇതിനൊരു കാർഷിക വിളയാക്കി മാറ്റിയിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്: തമിഴ്നാട്, ആസാം, ഉത്തർപ്രദേശ് എന്നിവ. കേരളത്തിൽ പലപ്പോഴും ഇവ കൃഷി ചെയ്യാറില്ല. വീട്ടുപറമ്പുകളിൽ അവിടെ ഇവിടെ തനിയെ വളരുകയോ നട്ടുവളർത്തുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. രൂപവരണം നോക്കാം. ഏകദേശം 5-നും 10-നും ഇടയ്ക്കുള്ള മീറ്റർ ഉയരത്തിൽ ഇത് വളരാറുണ്ട്. ധാരാളം ശാഖകളും നിറയെ ഇലകളും ഉള്ള ഒരു മരമാണ്. ഇതൊരു അർദ്ധ നിത്യഹരിത വൃക്ഷമാണ്. അതായത് ചിലപ്പോൾ കുറച്ചൊക്കെ ഇലകൾ ഇത് പൊഴിക്കാറുണ്ട്, ചിലപ്പോൾ പൂർണ്ണമായിട്ടും പൊഴിക്കും. ആത്തയ്ക്ക് ഒന്നിടവിട്ട് ആയതാകാരം അല്ലെങ്കിൽ ഇടുങ്ങിയ കൂന്താകാരമുള്ള ഇലകളാണ് ഉള്ളത്. 10 തുടങ്ങി 20 സെൻറ്റിമീറ്റർ വരെ നീളവും 2 തുടങ്ങി 5 സെൻറ്റിമീറ്റർ വരെ വീതിയും ഇലകൾക്കുണ്ടാകും. ഇലകളിൽ പ്രകടമായ ഞരമ്പുകൾ കാണാൻ പറ്റും. ഇലകൾ ഞെരടിയാൽ ദുർഗന്ധമുണ്ടാകും. പൂക്കൾ ദ്വിലിംഗങ്ങളാണ്. പൂക്കൾ കൂട്ടങ്ങളായി തൂങ്ങിക്കിടക്കും. നേർത്ത സുഗന്ധമുണ്ടാകും. മാംസളമായ ദളങ്ങളായിരിക്കും. പൂക്കൾ പൂർണ്ണമായും വിടരാറില്ല, ചെറുതായിട്ടേ വിടരുള്ളൂ. കായകൾ ഉരുണ്ടതോ ദീർഘവൃത്താകൃതികാരമോ ഹൃദയാകാരമോ ഒക്കെ ആയിരിക്കാം. ആ ഹൃദയാകാരത്തിൽ നിന്നാണ് ബുൾസ് ഹാർട്ട് എന്നൊക്കെയുള്ള പേരുണ്ടായത്. ആത്തച്ചക്കയുടെ പ്രതലം, അതായത് പുറംവശം മിനുസമുള്ളതും നിറം ഇളം ബ്രൗണുമായിരിക്കും. പഴുക്കുമ്പോൾ നിറവ്യത്യാസം ഉണ്ടാകും. പഴുത്ത പഴങ്ങൾ പിളർന്നു നോക്കിയാൽ വെള്ള നിറത്തിലുള്ള ഭക്ഷ്യയോഗ്യമായ കഴമ്പും അതിനുള്ളിൽ കറുത്ത നിറത്തിൽ കുറേ വിത്തുകളും ഒക്കെ കാണാം. കഴമ്പുള്ള ഭാഗം നല്ല മധുരമായിരിക്കും. അതിന് മണൽത്തരി പോലെ ഉള്ള തരികളും ഉണ്ടായിരിക്കും. തൊലിക്കുള്ളിൽ കാണുന്ന ക്രീം മാതിരിയുള്ള കാമ്പും വിത്തുകൾക്ക് ചുറ്റുമുള്ള ആവരണവുമാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. ആത്തച്ചക്കയുടെ നല്ലതുപോലെ വളം ചെയ്തു കഴിഞ്ഞാൽ 100-ലധികം പഴങ്ങൾ ഒരു മരത്തിൽ നിന്ന് ലഭിക്കും. 15 തുടങ്ങി 20 വർഷം വരെയാണ് ഇതിന് നല്ല കായ്ഫലം ലഭിക്കുകയുള്ളൂ. പിന്നെ കായ്ഫലം കുറയും. ഇനങ്ങളെ നോക്കാം. അന്നനേസി കുടുംബത്തിൽപ്പെട്ട ധാരാളം പഴങ്ങളുണ്ട്. അത് ഒന്ന് ആത്തച്ചക്ക, അതായത് കസ്റ്റേർഡ് ആപ്പിളാണ്. ഇതിനെ രാമപ്പഴം, രാംഫൽ എന്നൊക്കെ വിളിക്കും. രണ്ടാമത്തേത് ഷുഗർ ആപ്പിൾ എന്ന് പറയുന്ന സീതാപ്പഴം, അതിനെ ആനമുന്തിരി എന്നും വിളിക്കാറുണ്ട്, സീതാഫൽ എന്നും വിളിക്കാറുണ്ട്. മൂന്നാമത്തേത് മുള്ളാത്ത ആണ്, ഒരു കാലത്ത് വളരെ പ്രചാരത്തിൽ വന്നത്. നാലാമത്തേത് ചെറിമോയ അല്ലെങ്കിൽ ചെറിമോള എന്ന് പറയുന്ന ഇനമാണ്. തണുപ്പില്ലാത്ത സ്ഥലത്ത് അത് ഉണ്ടാവുകയില്ല. വളർച്ച വളരെ പതുക്കെയായിരിക്കും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് അത്ര അനുയോജ്യമല്ല. ചെറിമോയ പഴങ്ങൾ വളരെ സുഗന്ധമുള്ളവയാണ്. അഞ്ചാമത്തേത് പോണ്ട് ആപ്പിൾ അല്ലെങ്കിൽ അലിഗേറ്റർ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഇനമാണ്. അനോന ഗ്ലാബ്ര എന്ന് ഇതറിയപ്പെടാറുണ്ട്. ഇത് 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ഉയരം വയ്ക്കുന്ന വൃക്ഷമാണ്. ദക്ഷിണ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളൊക്കെയാണ് ഇതിൻ്റെ ജന്മദേശം. ഇതിൻ്റെ തടിക്കാണ് പ്രാധാന്യം കൂടുതൽ. കോർക്കിൻ്റെ എല്ലാവിധ ഉപയോഗങ്ങളും ഈ തടി കൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. ഇതിൻ്റെ പഴങ്ങൾ പാകം ചെയ്യാതെ കഴിക്കാൻ സാധ്യമല്ല. ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടി ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആറാമത്തെ ഇനം എന്ന് പറയുന്നത് റൊളിനിയ അഥവാ ബിരിബ എന്ന് പറയുന്ന ഇനമാണ്. ഏഴാമത്തെ ഇനം എന്ന് പറയുന്നത് ആത്തമോയ എന്നുള്ളതാണ്. പിന്നെ ഇതുകൂടാതെ കാട്ട് ഒക്കെയുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. ഈ ആത്തയിൽ
ഊർജം, അന്നജം, ഭക്ഷ്യനാരുകൾ, കൊഴുപ്പ്, പ്രോട്ടീൻ, ജലം, തയാമിൻ അതായത് ജീവകം B1-ൻ്റെ, റൈബോഫ്ലാവിൻ അതായത് ജീവകം B2-ൻ്റെ, നയാസിൻ അതായത് ജീവകം B3-യുടെ, ജീവകം C, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവയെല്ലാം ഇതിൻ്റെ ഫലത്തിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ പോഷകസമ്പുഷ്ടമാണ്. ഔഷധ മൂല്യത്തെ നോക്കാം. ഫലം, വിത്ത്, വേര്, ഇല എന്നിവയൊക്കെ വിവിധ തരത്തിലുള്ള ഔഷധങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ക്യാൻസർ, പിത്തം, അതിസാരം, വയറിളക്കം, ഛർദി, എല്ല് തേയ്മാനം, ദഹന പ്രശ്നങ്ങൾ, ശരീരത്തിലെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ കുറയ്ക്കുന്നതാണ്. കാഴ്ചശക്തി, ചർമ്മ സൗന്ദര്യം, മുടിയുടെ ആരോഗ്യം, വാദം എന്നിവ കൂട്ടുന്നതാണ്. പഴം ഞരമ്പുകൾക്ക് ഉണർവും മാംസപേശികൾക്ക് ശക്തിയും കൂട്ടുന്നതാണ്. ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതാണ്. പഴം കഴിച്ചാൽ ഉടനെ തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കുറയാനായിട്ട് സാധ്യതയുണ്ട്. കൃഷി വിവരങ്ങളെ നോക്കാം. സാധാരണ കുരുമുളപ്പിച്ചാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കാറുള്ളത്. നേരത്തെ കായ്ക്കാനും വലിപ്പമില്ലാത്തതുമായ ചെടികൾക്ക് വേണ്ടിയിട്ട് ഗ്രാഫ്റ്റിംഗ് രീതിയിലൂടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നല്ല വലിപ്പമുള്ളതും വിളഞ്ഞു പഴുത്തതുമായ ആത്തച്ചക്കയുടെ കുരു ചെറിയ ഗ്രോ ബാഗിൽ പാകി കിളിർപ്പിക്കണം. 2 അടി ചതുരത്തിലുള്ള കുഴിയിൽ ജൈവവളവും അതിനാനുപാതികമായി വേപ്പിൻ പിണ്ണാക്കും കുമ്മായവും ഒക്കെ ചേർത്ത് ഇളക്കി കുഴി മൂടി അതിൻ്റെ നടുവിൽ ഒരു ചെറിയ കുഴിയെടുത്ത് അതിൽ വേണം 4-5 ഇല പരുവമാകുമ്പോൾ തൈകൾ നടാനായിട്ട്. വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ഫലവർഗ്ഗമാണ് ആത്ത. 3-4 വർഷത്തിനകം തൈകൾ കായ്ച്ചു തുടങ്ങും. ഗ്രാഫ്റ്റിംഗ് തൈകളാണെങ്കിൽ 1.5 വർഷത്തിനകം കായ്ക്കും. കായ്കൾ മൂപ്പത്തിയാൽ ഇളം പച്ചനിറം മാറി തവിട്ട് നിറമാകും. ഈ സമയമാണ് ആത്തച്ചക്ക പാകമാകുന്നത്. അപ്പോൾ പറിച്ച് പഴുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ വളരുന്ന ആത്തകളിൽ പൊതുവെ വളരെ കുറച്ച് കായ്കളെ ഉണ്ടാകാറുള്ളൂ. മഴക്കാലത്തുണ്ടാകുന്ന പുഷ്പങ്ങളിൽ നിന്ന് താരതമ്യേന നല്ല കൂടുതൽ വിളവ് കിട്ടാറുണ്ട്. കൂടുതൽ ഫലപ്രദമായ പരാഗണം നടക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കാരണം. കൃമികീടങ്ങളുടെ ഉപദ്രവമോ മറ്റേതെങ്കിലും കാര്യമായ രോഗങ്ങളോ ഒന്നും ഈ സസ്യത്തെ കാര്യമായിട്ട് ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സുന്ദരമായിട്ട് വളർത്താവുന്നതാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.